തിരുവനന്തപുരത്ത് ഇടത് മന്ത്രിമാരുടെയും കോർപ്പറേഷൻ മേയറുടെയും ബൂത്തുകളിൽ ബി.ജെ.പി. ഒന്നാമത്. മന്ത്രിമാരുടെ ബൂത്തുകളിലും എൽ.ഡി.എഫ്. മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് മന്ത്രിമാരുടെ വാർഡുകളിൽ പോലും ഒന്നാമതെത്തിയത് ബി.ജെ.പി. തന്നെ. നേമം എം.എൽ.എ. ആയ മന്ത്രി വി ശിവൻകുട്ടിയുടെ പെരുന്താന്നി ബൂത്തിൽ ബി.ജെ.പി. 335 വോട്ടുകൾ നേടിയാണ് ഒന്നാം സ്ഥാനം നേടിയത്. എൽ.ഡി.എഫ്. നേടിയതാവട്ടെ വെറും 87 വോട്ട് മാത്രം. 233 വോട്ടുമായി യു.ഡി.എഫിനാണ് രണ്ടാം സ്ഥാനം. നെടുമങ്ങാട് എം.എൽ.എ. ആയ മന്ത്രി ജി.ആർ. അനിലിന്റെ പാപ്പനംകോട് ബൂത്തിലും 522 വോട്ടുമായി ബി.ജെ.പി. മുന്നിലെത്തി. എൽ.ഡി.എഫിന് 161 വോട്ടുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു. 174 വോട്ടുമായി യു.ഡി.എഫിനാണ് രണ്ടാം സ്ഥാനം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വോട്ട് ചെയ്ത മുടവൻമുകൾ ബൂത്തിൽ 770ഓളം വോട്ടിന്റെ ലീഡും ബി.ജെ.പിക്ക് തന്നെ. മുൻ മന്ത്രിയും കഴക്കൂട്ടം എം.എൽ.എയുമായ കടകംപള്ളി സുരേന്ദ്രന്റെ കരിക്കകം ബൂത്തിൽ 346 വോട്ട് നേടി ബി.ജെ.പി. ഞെട്ടിച്ചു. ഇടതുമുന്നണി 288 വോട്ടുമായി രണ്ടാമത് പോകേണ്ടിയും വന്നു. മുൻമന്ത്രിയായ തിരുവനന്തപുരം ഈസ്റ്റ് എം.എൽ.എ. ആന്റണി രാജുവിന്റെ നന്ദൻകോട് ബൂത്തിൽ 116 വോട്ടുമായി എൽ.ഡി.എഫ്. മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. 131 വോട്ടുമായി ബി.ജെ.പി. രണ്ടാം സ്ഥാനം നേടുകയും ചെയ്തു. വട്ടിയൂർക്കാവ് എം.എൽ.എയും മുൻ മേയറുമായ വി കെ പ്രശാന്ത് വോട്ട് ചെയ്ത കഴക്കൂട്ടം ബൂത്തിലും ബി.ജെ.പിയാണ് രണ്ടാം സ്ഥാനത്ത്. ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല എൽ.ഡി.എഫ്. എം.എൽ.എമാരുടെയും തോൽവി സ്വന്തം ബൂത്തുകളിൽ വരെ മണക്കുന്നുവെന്ന് സാരം. ജനം, തിരുവനന്തപുരം.